നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. സംസ്ഥാന സർക്കാർ വായുവിന് നികുതി ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. തൊട്ടതിനെല്ലാം നികുതി ഭീമമായി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നത് എങ്ങനെയെന്ന് ഇടതു സംഘടനകൾ മറുപടി പറയണമെന്നും DCC അധ്യക്ഷൻ. കുടിവെള്ള മേഖലയും വൈദ്യുത മേഖലയും സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടമെന്നും എ തങ്കപ്പൻ. വാട്ടർ അതോറിറ്റി എംപ്ലോയി സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ അവകാശ ധർണ പാലക്കാട്ട്. തിരുവിലാമല പഞ്ചായത്ത് ഓഫീസിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗീതം ചൊല്ലിച്ച നടപടി വിവാദമാകുന്നു. ഭരണപക്ഷത്തിന്റെ ആസൂത്രിത നടപടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് CPM-ന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ദേശാടന പക്ഷികൾക്ക് വൻ ഭീഷണിയായി ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. പുഴയിലെ 2 ഏക്കറോളം പുൽക്കാടുകൾ കത്തിനശിച്ചു. ഭാരതപ്പുഴയിലെ തീപിടുത്തം തുടർക്കഥയായി തുടരുന്നു. ഈ മാസത്തിൽ മാത്രം തീ പടർന്നത് 4 തവണ. ഭാരതപ്പുഴയിലെ തീ പടരുമ്പോൾ കത്തിയമരുന്നത് ദേശാടന പക്ഷികളുടെ കൂടുകളും. ഉത്സവാഘോഷ നിറവിൽ ആരാധനാലയങ്ങൾ. പൂജാ മഹോത്സവത്തിനായി ഷൊർണൂർ മുതലിയാർ തെരുവിൽ മാര്യമ്മൻ കോവിൽ ഒരുങ്ങി. ആഘോഷ പരിപാടികൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ. തൈപ്പൂയ മഹോത്സവത്തെ വരവേൽക്കാനായി പരുത്തപ്പുറ ഒരുങ്ങി. ഓങ്ങല്ലൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരും. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കേരള സർക്കാർ വായുവിന് നികുതി ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. തൊട്ടതിനെല്ലാം നികുതി ഭീമമായി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നത് എങ്ങനെയെന്ന് ഇടതു സംഘടനകൾ മറുപടി പറയണം. കുടിവെള്ള മേഖലയിലും വൈദ്യുത മേഖലയിലും സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടമെന്നും എ തങ്കപ്പൻ പറഞ്ഞു. വാട്ടർ അതോറിറ്റി എംപ്ലോയി സ്റ്റാഫ് അസോസിയേഷൻ വാട്ടർ അതോറിറ്റിക്ക് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC അധ്യക്ഷൻ. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇതുപോലെ കവർന്ന സർക്കാർ കേരളത്തിലുണ്ടായിട്ടില്ല. തൊട്ടതിനെല്ലാം നികുതി ഭീമമായി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നതെങ്ങനെയാണെന്ന് ഇടതു സംഘടനകൾ പറയണം. കുടിവെള്ള മേഖലയും വൈദ്യുതി മേഖലയും ഉൾപ്പെടെ സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടം. ഇടതു സർക്കാരിനെ അധികാരത്തിൽ കയറ്റാനായി രാപ്പകൽ പണിയെടുത്ത ഉദ്യോഗസ്ഥ സംഘടനകൾ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുമ്പോൾ ന്യായീകരണത്തിന് പിന്നാലെയാണെന്നും എ തങ്കപ്പൻ പറഞ്ഞു. ന്യായമായിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ഉയർത്തണം. ആ ജീവനക്കാരുടെ അവകാശം സംരക്ഷിക്കാനാണ് നമ്മൾ യൂണിയൻ. അത് തന്നെയായിരിക്കും മുഖ്യ വിഷയം. അതിനാരായാലും പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF സംബന്ധിച്ചിടത്തോളം NGO യൂണിയൻ, NGO സെക്ഷൻ, IMDC, CUT ഒന്നൊന്നുമില്ല. ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അവകാശമാണ് നമുക്ക് മുഖ്യ വിഷയം. അത് രാഷ്ട്രീയമില്ല. അവരുടെ ക്ഷേമത്തിന് വേണ്ടി എന്തെങ്കിലും തകരാറ് സംഭവിച്ചെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിഷയം. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു കാലത്ത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി AK ഗോപാലൻ നേരത്തെ 1000-ലേറെ ദിവസം സമരം ചെയ്തു. അന്ന് റിക്കാർഡ് സമരമായിരുന്നു. ശമ്പള പരിഷ്കരണം, DA കുടിശ്ശിക, നൈറ്റ് ഷിഫ്റ്റ് അലവൻസ്, പേ റിവിഷൻ കുടിശ്ശിക തുടങ്ങിയവ ആവശ്യപ്പെട്ടായിരുന്നു സമരം. ജില്ലാ പ്രസിഡന്റ് CM അരുൺ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ സുബേഷ് കുമാർ, TS മുരളി, M ഷീബ, M രാംദാസ്, സുനീഷ് C അരവിന്ദൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തിരുവിലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങുകളുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ച നടപടി ഭരണഘടനയോടും ഭരണഘടനാ സ്ഥാപനങ്ങളോടുമുള്ള വെല്ലുവിളിയാണെന്ന് CPM. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ CPM ചേലക്കര ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഓഫീസുകൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചരണ സ്ഥലമാക്കി മാറ്റരുത് എന്ന ചട്ടങ്ങൾ നിലവിലുള്ളപ്പോഴാണ് പഞ്ചായത്ത് ഭരണസമിതി RSSന്റെ രാഷ്ട്രീയ പ്രചരണ വേദിയാക്കി തിരുവില്ലാമല ഗ്രാമപഞ്ചായത്ത് ഓഫീസിനെ മാറ്റിയിട്ടുള്ളതെന്ന് CPM ആരോപിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെവിടെയും ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞതിന്റെ കണക്ക് പറയാനില്ലാത്ത RSS ഗൂഢശ്രമത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. രാഷ്ട്രപിതാവിനെ കൊല ചെയ്തതിന്റെ പാപക്കറ ഇപ്പോഴും പേറുന്ന RSSന്റെ ശാഖയിൽ പാടുന്ന പാട്ട് രാഷ്ട്രപിതാവിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ പാടിയത് സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളോടുള്ള അവഹേളനമാണെന്നും പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ വ്യക്തമാക്കി. പഞ്ചായത്ത് ഭരണസമിതിയുടെ നടപടിക്കെതിരെ തിരുവില്ലാമല പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ പ്രതിഷേധ മാർച്ച് CPIM ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം C ഗോപദാസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിനകത്ത്
ഒരു ഗ്രാമപഞ്ചായത്തിലും ഉണ്ടാവാത്ത രൂപത്തിലുള്ള നീതിക്ക് നിരക്കാത്ത സംഭവ വികാസമാണ് ഇന്നലെ അരങ്ങേറിയത്. RSS ശാഖയിൽ ചൊല്ലുന്ന ഗണഗീതം പിഞ്ചോമന മക്കളെ കൊണ്ട് ചൊല്ലിപ്പിച്ച് ഇന്ത്യൻ മതേതരത്വത്തിന് തന്നെ മുറിവേൽപ്പിച്ച ആദ്യ സമ്മാനമാണ് BJPയുടെ ഈ 2025 വരുന്നതിന് ശേഷം ഈ ഗ്രാമപഞ്ചായത്തിന് നൽകിയിട്ടുള്ളത്. എസ് ദിലീപ്, KR മനോജ് കുമാർ, N കുമാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് സെക്രട്ടറിയുടെ ക്യാബിനെത്തിയ നേതാക്കൾ പ്രശ്നത്തിന്റെ ഗൗരവം സെക്രട്ടറി ഇൻചാർജ് ബിന്ദുവിനെ ബോധിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി DYFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും മാർച്ചും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. 60-ലേറെ ദേശാടന പക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയ ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. പുൽക്കാടുകൾക്ക് തീപിടിച്ചത് ഏകദേശം 2 ഏക്കറോളം കത്തിനശിച്ചു. ഈ മാസം തന്നെ ഇത് 4ാം തവണയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. പുഴയിൽ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ കൂടുകൂട്ടുന്നത് ഇവിടെയാണ്. നവംബർ മാസത്തോടെ വിരുന്നെത്തുന്ന ദേശാടന പക്ഷികൾ ഫെബ്രുവരി മാർച്ച് മാസത്തോടെയാണ് ഇവിടെ വിടാറുള്ളത്. നിർമ്മാണ മേഖല സംരക്ഷിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ. നിർമ്മാണ സാമഗ്രികളുടെ വിലക്കയറ്റം നിയന്ത്രിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CWSA പാലക്കാട് കളക്ടറേറ്റ് മാർച്ച് നടത്തി. കാർഷിക മേഖലയെ തകർച്ചയിലേക്ക് നയിച്ച സമീപനം തന്നെയാണ് സർക്കാർ നിർമ്മാണ മേഖലയോടും കാണിക്കുന്നതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി KK രാജേഷ് കുറ്റപ്പെടുത്തി. നിർമ്മാണ മേഖല തകരുന്നതോടെ കേരളത്തിൻ്റെ നികുതി വരുമാനം കുറയുകയും തൊഴിലില്ലായ്മ പെരുകുകയും ചെയ്യും. തൊഴിലാളി സമൂഹത്തിനും ചെറുകിട വ്യവസായ കരാറുകാർക്കും സർക്കാർ നൽകിയ വാഗ്ദാനം ലംഘിക്കുകയാണ്. തൊഴിലാളികൾക്കൊപ്പം എന്ന് പറയുന്ന സർക്കാർ കാറി മാഫിയകളുടെ താൽപ്പര്യമാണ് സംരക്ഷിക്കുന്നതെന്നും KK രാജേഷ് കുറ്റപ്പെടുത്തി. ഒരുപാട് കച്ചവടക്കാർ, അതേപോലെ തന്നെ ഒരുപാട് തൊഴിലാളികൾ, ഒരുപാട് സംഘടനകളുണ്ടെങ്കിൽ അതിൻ്റെ കീഴിലുള്ള തൊഴിലാളികൾക്ക് ഒട്ടനവധി ആളുകൾ ഈ നിർമ്മാണ മേഖലയെ ആശ്രയിച്ചിട്ടാണ് ഇന്ന് ഉപജീവന മാർഗം നടത്തുന്നതുള്ള കാര്യം സർക്കാർ ശ്രദ്ധിക്കണം എന്നാണ് നമ്മൾ ഈ ധർണയിലൂടെ നമുക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കാലഘട്ടത്തിൽ കാർഷിക മേഖലയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ ചെയ്യുന്ന ഒരു മേഖല കാർഷിക മേഖലയായിരുന്നു. ആ മേഖലയെ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ ആ മേഖല തകർന്ന് തർപ്പണമായപ്പോൾ യാതൊരുവിധ അനക്കവും കൂടാതെ ആ മേഖലയെ തകർത്തപ്പോൾ അത്തരം ആളുകളൊക്കെ തന്നെ നമ്മളെ ഒരു ഉപജീവന മാർഗം കണ്ടെത്തിയൊരു മേഖല നിർമ്മാണ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ നിർമ്മാണ മേഖല സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ സംഘടന ആവശ്യപ്പെടുന്നു. CWSA ജില്ലാ പ്രസിഡന്റ് V രാജാമണി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KH തരിയക്കുട്ടി, ജില്ലാ സെക്രട്ടറി ബിജു ചാർലി, P കുട്ടൻ, ഹരിപ്രസാദ്, ഹരികുമാർ, രാജൻ, ദേവദാസ്, കാജ മൊയ്തീൻ, സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 34ാമത് യൂണിറ്റ് വാർഷിക സമ്മേളനം ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര ഹാളിലെ KP അലവിക്കുട്ടി മാസ്റ്റർ നഗറിൽ നടന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ഹരി ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇന്ന് ഈ യോഗത്തിൽ ഈ ഉദ്ഘാടന വേദിയിൽ നിൽക്കുന്നത്. പൊതുരംഗത്ത് അത്ര സജീവമല്ലാതിരുന്ന എന്നെ കാലം ഇവിടെ എത്തിച്ചപ്പോൾ എനിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഉറപ്പായും എൻ്റെ ഗുരുക്കന്മാരുൾപ്പെടുന്ന നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരുടെയും ഗൈഡൻസും പിന്തുണയും എല്ലാം എനിക്ക് ആവശ്യമുണ്ട്. എനിക്കൊരു സപ്പോർട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ഈ ഉദ്ഘാടനത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. KSSPU യൂണിറ്റ് പ്രസിഡന്റ് TK വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് സംഘടനയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബുഷ ടീച്ചർ, പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP അനിൽ, മുതിർന്നംഗം യൂസഫ് മാസ്റ്റർ തുടങ്ങിയവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മുൻ രക്ഷാധികാരി അൽവിക്കുട്ടിയുടെ അനുസ്മരണം KT രാമചന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു. വ്യാഴാഴ്ച നടക്കുന്ന ബജറ്റിൽ അധ്യാപകരായ പെൻഷൻകാർക്ക് പെൻഷൻ തുക കൂട്ടി നൽകുമെന്ന പ്രതീക്ഷയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ബ്ലോക്ക് സെക്രട്ടറി P ഗോവിന്ദൻകുട്ടി സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. യൂണിറ്റ് പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി S മുഹമ്മദ് ജാഫർ അവതരിപ്പിച്ചു. ട്രഷറർ K സുരേന്ദ്രൻ വരവ് കണക്ക് അവതരിപ്പിച്ചു. മറ്റു ഭാരവാഹികളായ TU പ്രസന്ന, PK ഗോവിന്ദൻ, P ബേബി തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി അംഗം KT സരളാദേവി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി NK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര ഗ്രാമപഞ്ചായത്തിൽ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വയോജനങ്ങൾക്കുള്ള കട്ടിലുകൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷഫ്ന ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമസ്കാരം പറയുകയാണ്. എന്തായാലും 2025-26 വയോജനങ്ങളുടെ കട്ടിൽ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് അല്ലേ. അതിൻ്റെ ഉദ്ഘാടനവും അതുപോലെ കട്ടിൽ വാങ്ങിക്കാനൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഞങ്ങളിവിടെ വന്നിരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ഭയങ്കര ടെൻഷനാണ്. അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് മുന്നിലിരിക്കുന്ന കുറേ ആളുകൾ എങ്ങനെയെങ്കിലും ഒന്ന് കട്ടിൽ വാങ്ങിച്ച്. ICDS സൂപ്പർവൈസർ ഷീബ സ്വാഗതം പറഞ്ഞു. വാർഡ് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി സുനിത എന്നിവർ സംസാരിച്ചു. വൈസ് പ്രസിഡന്റ് KR ഷാജീവ് നന്ദിയും പറഞ്ഞു. കോങ്ങാട് ടൗണിൽ നിന്നും വെള്ളയന്തോട് ചോലക്കുണ്ട് ഭാഗത്തേക്ക് തിരിയുന്ന ജംഗ്ഷനിൽ ഇരുഭാഗത്തു നിന്നുമുള്ള വാഹനങ്ങൾ വരുന്നത് അറിയുന്നതിന് വേണ്ടി കോൺവെക്സ് മിറർ സ്ഥാപിച്ചു. കോങ്ങാട് സബ് ഇൻസ്പെക്ടർ മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ കണ്ട കോങ്ങാടിലെ ആൾക്കാർ, ഞാൻ വയനാടായിരുന്നു മുമ്പ് വർക്ക് ചെയ്തത്. അവിടുത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കോങ്ങാട് ഭയങ്കര മോശമാണ്. ഹെൽമെറ്റിന്റെ യൂസ് വളരെ കുറവാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ജില്ലയിൽ തന്നെ ആക്സിഡന്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് കോങ്ങാടാണ്. ആക്സിഡന്റ് മരണങ്ങളും സംഭവിക്കുന്നത് ഇവിടെ തന്നെയാണ്. 2 ദിവസം മുമ്പ് തന്നെ 2 പേര് മരിച്ചു മദ്യപിച്ച് ഓടിച്ചിട്ട്. വേറെ ഒരു ചേച്ചി കല്ലടിക്കോട് ഭാഗത്ത് വേറെ ചേച്ചി ബാക്കിലുള്ള പില്ലൻ റൈഡറാണ്. അവര് നിലത്ത് വീണ് അവർ മരിച്ചു ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട്. കാലൊക്കെ ഒടിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 3 മാസമോ 2 മാസമോ ബെഡിൽ കിടന്നാൽ പോലും റെഡിയായി വരും. അല്ലെങ്കിൽ ആ കാല് വെട്ടി മാറ്റി വേറെ വെപ്പ് കാലെങ്കിലും വയ്ക്കാം. പക്ഷെ തല അങ്ങനെയല്ല. തലയിൽ ഡാമേജ് ആയാലും അത് പെർമനന്റ് ആണ്, റിക്കവറി ഇല്ല. ഗോകുൽദാസ് സ്വാഗതം പറഞ്ഞു. മനോജ് അധ്യക്ഷത വഹിച്ചു. രഞ്ജിത്ത്, ലജേഷ്, ജാക്സൺ, രജിബാല തുടങ്ങിയവർ പങ്കെടുത്തു. ലജേഷ് നന്ദിയും പറഞ്ഞു. പൂജമഹോത്സവത്തിനായി ഷൊർണൂർ മുതലിയാർ തെരുവ് മാരിയമ്മൻ കോവിൽ ഒരുങ്ങി. ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെയാണ് പൂജാമഹോത്സവം. ബുധനാഴ്ച കോവിലിൽ പ്രതിഷ്ഠാദനം വിപുലമായി ആഘോഷിച്ചു. ബുധനാഴ്ച മാരിയമ്മൻ കോവിലിൽ പ്രതിഷ്ഠാദനം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. രാവിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, നവകം പഞ്ചഗവ്യം, കലശാഭിഷേകം എന്നിവയ്ക്ക് ശേഷം പൊങ്കാലയും തുടർന്ന് അന്നദാനവും ഉണ്ടായിരുന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ഭഗവത് സേവ എന്നിവയും ഉണ്ടായി. കോവിലിൽ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ പൂജാമഹോത്സവം നടക്കും. ഇതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ദിവസവും വിവിധ കലാപരിപാടികൾ, പ്രഭാഷണം, തായമ്പക, തോൽപ്പാവക്കൂത്ത്, ഭക്തിഗാനമേള തുടങ്ങിയവയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 9 തിങ്കളാഴ്ച രാവിലെ 10 ഉത്സവത്തിന് കൊടിയേറും. തുടർന്നുള്ള ദിവസങ്ങളിലും വിവിധ ആഘോഷ പരിപാടികൾ നടക്കും. 16 തിങ്കളാഴ്ച രാവിലെ 6:15 മഞ്ഞൾ നീരാട്ടത്തോടുകൂടി സത്യകുംഭം ഭാരതപ്പുഴയിൽ നിമജ്ജനത്തിന് പുറപ്പാട് നടക്കും. തുടർന്ന് രാവിലെ 10 മണിക്ക് കൊടിയിറക്കത്തോടെ ഉത്സവാഘോഷത്തിന് സമാപനം കുറിക്കുമെന്ന് ഭാരവാഹികൾ STVയോട് പറഞ്ഞു. ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ 18 ദിവസങ്ങളിലായിട്ട് നീണ്ടിട്ടുള്ള ഒരു ഉത്സവമാണ്. ഇതിനിടയിലായിട്ട് നമ്മളൊരു 14 ദിവസം തായമ്പക മഹോത്സവം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടത്തുന്നുണ്ട്. ഈ 14 ദിവസം എന്ന് പറഞ്ഞാൽ അതിൽ കേരളത്തിലെ പ്രമുഖന്മാരായിട്ടുള്ള എല്ലാ തായമ്പക വിദ്വാൻമാരും പങ്കെടുക്കുന്ന ഒരു ഉത്സവം തന്നെയാണ്. തായമ്പക എന്ന കലയെ നമ്മൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ തായമ്പക മഹോത്സവം. അപ്പോൾ അത് ഈ വരുന്ന 30-ാം തീയതി നമുക്ക് ഉദ്ഘാടനം തുടങ്ങും. അന്ന് വൈകുന്നേരം ഒരു പൂക്കുറിക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഈ അമ്പലത്തിലുണ്ട്. അത് മുതലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഉത്സവം തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് 9-ാം തീയതി നമ്മുടെ കൊടിയേറ്റം അന്ന് മുതൽ 9-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള 6 ദിവസങ്ങളിലായി അമ്പലത്തിലേക്ക് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നമ്മൾ 3 നേരവും പ്രസാദ ഊട്ടുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പരുത്തിപ്പുറയിൽ വടക്ക് ഭാഗം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ ഓഫീസ് കെട്ടിടം വൈസ് പ്രസിഡന്റ് കുമാരൻ ഉദ്ഘാടനം ചെയ്തു. കമ്മിറ്റി അംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പരുത്തിപ്പുറയിൽ വടക്ക് ഭാഗം തൈപ്പൂയ ആഘോഷ കമ്മിറ്റിയുടെ സ്വന്തം ഓഫീസ് കെട്ടിടമാണ് ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങിയത്. രാവിലെ ആഘോഷ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കുമാരൻ നാടമുറിച്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് കെ സദാശിവൻ, സെക്രട്ടറി എ വേണുഗോപാലൻ, ട്രഷറർ M രാമൻ, രക്ഷാധികാരി ശശികുമാർ കടവത്ത്, ഷൊർണൂർ വിജയൻ എന്നിവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു കമ്മിറ്റി ഓഫീസ് പരുത്തിപ്പുറ തൈപ്പൂയാഘോഷം വടക്ക് ഭാഗത്തൊരു കമ്മിറ്റി ഓഫീസ് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും, എല്ലാ മെമ്പർമാർക്കും, നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഈ അവസരത്തിൽ. ഇതിൻ്റെ ഈ കൂട്ടായ്മ നിലവിലും തുടർന്നും പോകണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂട്ടായ്മയോട് കൂടി എല്ലാ കാര്യങ്ങൾക്കും
ഇതൊരു തൈപ്പൂയാഘോഷ കമ്മിറ്റി ഓഫീസ് മാത്രമല്ല, നമുക്ക് നാട്ടിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കൂട്ടായ്മയോട് കൂടിയിട്ട് ഒത്തുണ്ടാവണം എന്നതിന് പ്രാർത്ഥിക്കുകയാണ്. അതിലൂടെ ഒരു സമൂഹം തന്നെ ലക്ഷ്യമിടുന്നത് നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി, ഇതിൻ്റെ സംഭാവന പിരിക്കാൻ, ഇതിൻ്റെ ആഘോഷങ്ങളുമായി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒരു തലമുറ മുഴുവൻ ഇതിലേക്ക് അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുമ്പോൾ അറിയാതെ മറ്റ് മേഖലയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തെറ്റായ വഴികളിലേക്ക് പോകുന്ന ഒരു ചിന്തയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ ഇത്തരം സംരംഭങ്ങൾ കഴിയും. അതുകൊണ്ട് തന്നെ ദൈവിക വിശ്വാസങ്ങളും അതിനോടനുബന്ധിച്ച ഇത്തരം പ്രവർത്തനങ്ങളും എല്ലാ പ്രദേശത്തും എല്ലാ കാലങ്ങളിലും എന്നും നിലനിൽക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ്. സുന്ദരൻ മുഖ്യകാർമ്മിയായിരുന്നു. തൈപ്പൂയ ആഘോഷ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരുമടക്കം നിരവധി പേർ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിൽ സന്നിധരായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഓങ്ങല്ലൂർ ശ്രീ തളി മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരുന്നു. ആഘോഷത്തിൻ്റെ ഭാഗമായി കഥകളി അരങ്ങിലെത്തി. ഉത്സവം ഈ മാസം 31-ന് സമാപിക്കും. ഉത്സവാഘോഷത്തിൻ്റെ ഭാഗമായി ബാലിവിജയം കഥകളി അരങ്ങിലെത്തി. രാവണായി കലാമണ്ഡലം സോമനും, മണ്ടോദരിയായി സന്ധ്യ മുതുകുർശിയും, ബാലിയായി കലാമണ്ഡലം ആഷിക്കും നിറഞ്ഞാടിയപ്പോൾ പാട്ടിൽ നെടുമ്പള്ളി രാംമോഹനും, നാരായണൻ പേരമംഗലൂരും, യദു പേരമംഗലൂരും, ചെണ്ടയിൽ കലാവിഷ്ണുമോഹനും, മദ്ദളത്തിൽ കലാജയപ്രസാദും പക്കമേളമൊരുക്കി. നിരവധി പേർ കഥകളി ആസ്വദിക്കാൻ എത്തിയിരുന്നു. 31-ന് ഉത്സവാഘോഷം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ വായുവിന് നികുതി ഏർപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്ന് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ. തൊട്ടതിനെല്ലാം നികുതി ഭീമമായി വർദ്ധിപ്പിച്ചിട്ടും സംസ്ഥാനം സാമ്പത്തികമായി തകർന്നത് എങ്ങനെയെന്ന് ഇടതു സംഘടനകൾ മറുപടി പറയണമെന്നും DCC അധ്യക്ഷൻ. കുടിവെള്ള മേഖലയും വൈദ്യുത മേഖലയും സ്വകാര്യവൽക്കരിച്ചതാണ് സർക്കാർ നേട്ടമെന്നും എ തങ്കപ്പൻ. വാട്ടർ അതോറിറ്റി എംപ്ലോയി സ്റ്റാഫ് അസോസിയേഷൻ നേതൃത്വത്തിൽ അവകാശ ധർണ പാലക്കാട്ട്. തിരുവിലാമല പഞ്ചായത്ത് ഓഫീസിലെ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗീതം ചൊല്ലിച്ച നടപടി വിവാദമാകുന്നു. ഭരണപക്ഷത്തിന്റെ ആസൂത്രിത നടപടി ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്ന് CPM. CPMന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. ദേശാടന പക്ഷികൾക്ക് വൻ ഭീഷണിയായി ഒറ്റപ്പാലം ഭാരതപ്പുഴയിൽ വീണ്ടും തീപിടുത്തം. പുഴയിലെ 2 ഏക്കറോളം പുൽക്കാടുകൾ കത്തിനശിച്ചു. ഭാരതപ്പുഴയിലെ തീപിടുത്തം തുടർക്കഥയായി തുടരുന്നു. ഈ മാസത്തിൽ മാത്രം തീ പടർന്നത് 4 തവണ. ഭാരതപ്പുഴയിലെ തീ പടരുമ്പോൾ കത്തിയമരുന്നത് ദേശാടന പക്ഷികളുടെ കൂടുകളും. ഉത്സവാഘോഷ നിറവിൽ ആരാധനാലയങ്ങൾ. പൂജാ മഹോത്സവത്തിനായി ഷൊർണൂർ മുതലിയാർ തെരുവിൽ മാര്യമ്മൻ കോവിൽ ഒരുങ്ങി. ആഘോഷ പരിപാടികൾ ജനുവരി 30 മുതൽ ഫെബ്രുവരി 16 വരെ. തൈപ്പൂയ മഹോത്സവത്തെ വരവേൽക്കാനായി പരുത്തപ്പുറ ഒരുങ്ങി. ഓങ്ങല്ലൂർ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ പരിപാടികൾ തുടരും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.